ചേച്ചിയും അനുജനും വേനലവധിക്കാലത്ത് തുടങ്ങിവെച്ച സൗജന്യ സംഭാര വിതരണം ഒരു നാടിന് മുഴുവൻ ഉപകാരപ്രദമാവുകയാണ്. പൊള്ളുന്ന വെയിലിൽ യാത്രക്കാരുടെ ദാഹമകറ്റാനാണ് തലയോലപ്പറമ്പ് പുലിക്കോട്ടിൽ വീട്ടിൽ പി ജോസഫ് ഡെയ്സി ദമ്പതികളുടെ മക്കളായ റോസ്മരിയ ജോസഫും റോണി ജോസഫും 2012 മുതൽ സംഭാര വിതരണം ആരംഭിച്ചത്. വൈക്കം കോട്ടയം റോഡിൽ തലയോലപ്പറമ്പ് പഞ്ചായത്ത് പാലത്തിന് സമീപത്തെ ഇവരുടെ വാടക വീടിന് മുന്നിൽ പന്തലിട്ടാണ് ഇരുവരുടെയും സംഭാര വിതരണം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ചുവന്നുള്ളി, കാന്താരി എന്നിവ ചതച്ചു ചേർത്ത സംഭാരം കുടിക്കാൻ ദിവസവും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. കൊറോണ കാലത്ത് മാത്രമാണ് ഇവരുടെ സംഭാര വിതരണം തടസ്സപ്പെട്ടത്. 2 വർഷം മുമ്പ് സഹോദരി റോസ്മരിയ MBA പഠനം കഴിഞ്ഞ് UK-യിൽ ജോലി ലഭിച്ചു പോയതോടെ ഇക്കുറി വീണ്ടും യാത്രക്കാരുടെ ദാഹമകറ്റാൻ റോണി തയ്യാറെടുക്കുകയായിരുന്നു. ആരക്കുന്നം ടോക്കച്ച് കോളേജിൽ BTech ആദ്യവർഷ പഠനം ആരംഭിച്ചെങ്കിലും അവധി ദിവസം ഈ നന്മയ്ക്കായി റോണി സമയം കണ്ടെത്തും. റോണി ഇല്ലാത്ത ദിവസങ്ങളിൽ ജനറേറ്ററും മറ്റു മെഷീനുകളും വാടകയ്ക്ക് നൽകുന്ന വ്യാപാര സ്ഥാപനം നടത്തുന്ന അച്ഛൻ ജോസഫും സുഹൃത്ത് സന്തോഷും ചേർന്ന് സംഭാര വിതരണം നടത്തും. തുടക്കകാലത്ത് സ്റ്റോറിൽ നിന്ന് ദിവസവും പാൽ വാങ്ങി തൈരാക്കിയാണ് സംഭാര വിതരണം നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 വർഷമായി വൈക്കത്തെ ആംബ്രോ മിൽക്ക് എന്ന സ്വകാര്യ ഫാം സൗജന്യമായി നൽകുന്ന മോര് ഉപയോഗിച്ചാണ് വിതരണം. ചില ദിവസങ്ങളിൽ 80 മുതൽ 120 ലിറ്റർ മോര് വരെ ഇത്തരത്തിൽ ഫാം സൗജന്യമായി നൽകാറുണ്ടെന്ന് റോണി പറയുന്നു. മോരുമുളക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 11 മണി ആ ടൈമൊക്കെ ആവും. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത് പച്ചമുളക്, കാന്താരി, പിന്നെ മോര്, വെള്ളം, ഇഞ്ചി, നാരങ്ങയുടെ ഇല, കരിവേപ്പില, പിന്നെ കുറച്ച് സാധനങ്ങൾ ചേർക്കും. പിന്നെ ഇത് തീരുന്ന ഒരു ടൈം എന്ന് പറയാൻ പ്രത്യേക ടൈമൊന്നുമില്ല. ഇത് 20-30 ലിറ്ററോളം ഞങ്ങൾ കലക്കുന്നുണ്ട്, ഉണ്ടാക്കി ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും വരും, കൂടിപ്പോയി 1 മണിക്കൂറോളം ഞങ്ങൾ നിർത്തും. ഇത് പെട്ടെന്ന് തന്നെ തീരും. അത്രയും ചൂട് കാരണം ഓരോരുത്തരും ഇങ്ങനെ വന്ന് കുടിച്ച് പെട്ടെന്ന് തന്നെ തീരും. എന്നാലും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ സൗജന്യ സംഭാരം ഒരു 6 വർഷത്തോളം ഞങ്ങൾ നടത്തിയതാണ്. അത് കഴിഞ്ഞ് ഈ കൊറോണയൊക്കെ വന്ന് കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ നിർത്തി. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളത് നിർത്തി. പിന്നെ വീട്ടിലെ ആ ടൈം തൊട്ട് വെക്കേഷൻ ഞങ്ങൾക്ക് ആ ടൈം തൊട്ട് ഞങ്ങളിപ്പോൾ മോര് വിതരണം ഫ്രീ ആയിട്ട് നടത്തി. സപ്പോർട്ടായിട്ട് ഇപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ, ചേച്ചി UK-യിലാണ്, ചേച്ചിയുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ പാരൻസായിട്ട് അച്ഛൻ, അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. വീടിന് സമീപത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരിയായ അമ്മ ഡെയ്സിയും ഇടവേളകളിൽ റോണിയെ സഹായിക്കാനെത്തും. സമീപത്തെ അക്ഷയ കേന്ദ്രത്തിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കുമെല്ലാം ഈ സംഭാരം വേനൽക്കാലത്തെ കുളിർ മഴയാണ്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.